ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഫേസ്ബുക്ക് അത് സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിവിൻ അത്രയ്ക്ക് അങ്ങോട്ട് അതിനോട് ചായ്വില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് അറിഞ്ഞൂടാ, എന്നെ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചല്ല. പിന്നെ അടുത്ത് എല്ലാവരും ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങണം. ഞാൻ ട്വിറ്റർ ഒരു ദിവസം എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ പേരിൽ ഓൾറെഡി രസകരമായിട്ട് അത് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ദിവസം എടുത്ത് നോക്കി അപ്ഡേറ്റ് ഉണ്ടോ നമ്മൾ ട്വീറ്റ് ചെയ്യണം, അതിന്റെ പിന്നാലെ നോക്കണം. എനിക്കതൊന്നും എന്നെ എക്സൈറ്റ് ചെയ്യിക്കാറില്ല. പിന്നെ എല്ലാവരും നിർബന്ധിച്ച് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്വിറ്ററിൽ എന്തോ ഒരു അക്കൗണ്ട് തുടങ്ങി. അപ്പൊ അതിങ്ങനെ വന്നു, പിന്നെ ഞാനത് വിട്ടോ? ഒരു ദിവസം കൊണ്ട് വിട്ടോ? 2-3 ദിവസം എന്തൊക്കെയോ ഫോട്ടോസ് ഇട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അത് എന്റെ പിന്നാലെ കിടന്ന് ഫോട്ടോസ് ഇട്ട് അപ്ഡേറ്റ് ഇട്ട് അതിന്റെ ട്വീറ്റ് ചെയ്ത് റീട്വീറ്റ് ചെയ്ത് അതൊരു പ്ലാറ്റ്ഫോം ആക്കി ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റുകൾ ഇട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. പക്ഷെ എനിക്ക് ഫുൾ ടൈം അത് മാത്രം എനിക്ക് എന്തോ അതെന്നെ എക്സൈറ്റ് ചെയ്യില്ല. എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ്സും ഡിസ്കഷനും സിനിമയുടെ ചർച്ചകളും പരിപാടിയാണ്. എന്റെ ഫോക്കസ് അതാണ്. ഈ മീഡിയയുടെ കാര്യത്തിൽ വരുമ്പം നിവിൻ മീഡിയ ഷൈ ആണോ? ചെറുതായിട്ട് ഞാൻ ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെ ഒരാളാണ്. ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ സ്റ്റേജിലൊന്നും കയറി ഒരു പരിപാടി ചെയ്യില്ല. എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ആണോ? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ ഒരു സെമിനാർ എടുക്കാൻ വേണ്ടി ഞാൻ ബാക്ക് ബെഞ്ചാണ്. അപ്പോൾ അവിടെ നടന്ന് പ്ലാറ്റ്ഫോമിൽ കയറി തിരിഞ്ഞ് എൻ്റെ ക്ലാസ്സിൽ ഒരു 60 അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്റ്റക്കായിപ്പോയി. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാനൊരു 10 മിനിറ്റോളം വെറുതെ അവിടെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റിന് പോയാലും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ഇപ്പം പലരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ടാവുമെങ്കിൽ ഞാനിവിടെ കയറി ഇന്ന് ഇത്ര ആൾക്കാരുണ്ടോ, ഞാനിവിടെ എന്ത് സംസാരിക്കും, ഞാൻ ഇതൊക്കെ ഇങ്ങനെ തലക്കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതിലിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോയി ഇരിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഒരു ചമ്മലാണ് ദൈവം ഇത് ഇങ്ങനെ സംസാരിക്കണല്ലോ. Referring to that social media, usually social media വരുന്ന criticism, reviews, മിക്ക ആക്ടേഴ്സും പ്രശ്നമാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഗോസിപ്പ് അടിച്ചിറക്കുന്നു, അല്ലെങ്കിൽ സിനിമ നല്ലതല്ല, ഇത് കമന്റ് കണ്ടിട്ട് ചിലപ്പം സിനിമ കാണാത്തവരും തന്നെ അതിന്റെ താഴോട്ട് ഇത് പറഞ്ഞ് പോകുന്നുണ്ട്. What do you have to say to that? അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ആക്ടേഴ്സിന്റെയും ഒരു കരിയറിൽ ഇങ്ങനെ ഒരു ഫേസ് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കടന്നു പോയേ പറ്റുള്ളൂ. നമുക്ക് അതിനു വേണ്ടി നമ്മൾ മറുപടി എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തിരിച്ച് കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അതിന് മാത്രം സമയമുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തു പോകാന്നുള്ളത്. കമ്മിങ് ടു യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്, ജേക്കബിന്റെ സ്വർഗരാജ്യം അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞോ? ജേക്കബിന്റെ സ്വർഗരാജ്യം ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തു. നമ്മളൊരു 10-40 ദിവസം ദുബായിലായിരുന്നു ഷൂട്ട്. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ടൊരു 3-4 ദിവസം ഉണ്ടായിരുന്നു. അത് വിഷു റിലീസായിരിക്കും. ജേക്കബിന്റെ സ്വകാര്യം സാധാരണ വിനീതിന്റെ സിനിമകളിലെല്ലാം നമ്മൾ കാണുന്ന പോലെ ഭയങ്കര ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ഒരു സെൽഫി ഒക്കെ ആവുന്ന പോലത്തെ ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ തട്ടം പോലെ. ഇത് എന്തെങ്കിലും ഒരു എലിമെന്റ് ഉണ്ട് എപ്പോഴും ഈ സിനിമ. പക്ഷെ ഇത് ടോട്ടലി ഫാമിലി ഫിലിമാണ്. അച്ഛൻ, അമ്മ, മക്കൾ, അവർ തമ്മിലുള്ള റിലേഷൻ, അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, അതിനെക്കുറിച്ചൊക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു ദുബായിലുള്ള ഒരു ഫാമിലിയുടെ സ്റ്റോറിയാണ്. ജസ്റ്റ് ഫാമിലി സ്റ്റോറിയാണ്. ഈ ദുബായിൽ പോയി ഷൂട്ട് ചെയ്തത് ഒരു വെക്കേഷൻ പോലെ ആയിരുന്നു. ഞാൻ ഫോട്ടോസ് കണ്ടപ്പോ ഇത് കൊള്ളാലോ, എല്ലാവരും കൂടെ വെക്കേഷൻ. എല്ലാവരുടെയും ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു, അജുവിന്റെ ഫാമിലി, വിനീതിന്റെ ഫാമിലി, എന്റെ പ്രൊഡ്യൂസറായ നോബിളിന്റെ ഫാമിലി. അപ്പൊ നമ്മൾ എല്ലാവരും ഫാമിലി ആയിട്ട് അവിടെ ഉണ്ടാവും, എല്ലാവരും ലൊക്കേഷനിൽ വരും. എനിക്ക് ആരുടെയോ ബർത്ത്ഡേയും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഷാനിക്കയുടെ ബർത്ത്ഡേ, ഷാനിക്കയും വന്നിരുന്നു, ഫാമിലിയായിട്ട് വന്നിരുന്നു. നമ്മൾ ന്യൂ ഇയറിന് എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ നമ്മളുടെ ഷൂട്ടിങ്ങിന് ഞങ്ങളെല്ലാവരും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഭാര്യമാരെല്ലാവരും കൂടി അവർ ഷോപ്പിങ്ങിന് ഒക്കെ പോകും, തിരിച്ചു വരും, പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരും, പിന്നെ ഷൂട്ട് ഞങ്ങളെല്ലാം ഫുൾ ടൈം ഷോപ്പിങ്ങിന്. അപ്പോൾ രസമായിരുന്നു, ഫുൾ ഫാമിലി ടൈം ആയിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫിലിമാണ് അൽതാഫ് സലിം. അവൻ പ്രേമത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതും ഒരു ഫാമിലി സ്റ്റോറിയാണ്. ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള, ഇതുപോലെ തന്നെ ഒരു മക്കൾ അച്ഛൻ റിലേഷനും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു സ്മോൾ ഫിലിമായിരിക്കും അൽതാഫിന്റെ. പിന്നുള്ള ഒരു തമിഴ് ഫിലിമാണ്. അത് ഗൗതം രാമചന്ദ്രൻ എന്നാണ് ഡയറക്ടറിന്റെ പേര്. ഒരു ന്യൂ ഡയറക്ടറാണ് പുള്ളി. രാജീവ് മേനോന്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിരുന്നു. പുള്ളിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. അത് രണ്ടുമാണ് ഇപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ. Okay. അങ്ങനെ ആയി വരുന്നു. Okay. Well, all the best. Thank you so much for coming to Star Jam. Thank you. എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ഷൻ ഹീറോ ബിജുവിനും all the best. Thank you. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ ഈണം കിളി
നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ. പോരേണം നീ കൂടെ ഇനിയൊഴുകാൻ